ഒരു രസകരമായ കാര്യമുണ്ട്. അതായത് ഇത്തവണ ഹൈക്കമാൻഡ് ഫ്രീ ആണ്. കാരണം ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം. ആ നേതൃത്വത്തിന് അവർക്ക് വളരെ തുറന്ന മനസ്സാണ് ഇത്തവണ. അവരുടെ കൈ ബന്ധിതമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാധാരണ പരമ്പരാഗതമായി കാണാറുള്ള സാമുദായിക ശക്തികൾ ഏത് ഇതാണെങ്കിലും സാമുദായിക ശക്തികളുടെ ഒന്നും ഇടപെടലുണ്ടായില്ല സീറ്റ് നമ്മളുടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് തൊട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കണം, ഇന്നയാളെ മന്ത്രിയാക്കണമെന്ന് പറയാൻ പറ്റാത്ത ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയായിരിക്കും ഈ ചേരാൻ പോരുന്നത്. കാരണം ആർക്കും ഒരു അവകാശമില്ല പറയാനുള്ള അവകാശം കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ ഘടകകക്ഷികൾക്കും. അതിൽ ഹൈക്കമാൻഡിനെ കോൺഗ്രസ് സമ്മർദ്ദത്തിലാക്കാതിരുന്നാൽ മതി, കോൺഗ്രസ് നേതാക്കൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഇതൊരു രണ്ടാമത്തെ തലമുറയാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന തലമുറ മാറ്റത്തിന് ശേഷമാണല്ലോ. അതായത് തലമുറ മാറ്റം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല തൊട്ട് ഇങ്ങോട്ടുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ പൊടിവാറയുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു KSU കാലം എന്ന് വേണേൽ പറയാം. അതിൽ വളർന്നു വന്നവരാണ് ഈ തലമുറയിലുള്ളത്. അപ്പോൾ ആ തലമുറയിൽപ്പെട്ടവരാണ് ഇന്നിപ്പോൾ നിയമസഭയിലേക്കൊക്കെ ജയിച്ചു വന്നവരിൽ താങ്കൾ പറഞ്ഞ പോലെ ബഹുഭൂരിഭാഗവും. പിന്നെ കുറേ ഇപ്പോഴത്തെ യുവതലമുറയുമുണ്ട്. ആ യുവതലമുറ എന്ന് വെച്ചാൽ അവർക്ക് ഈ സമകാലിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ പോകുന്നതാണ്. അതായത് ഖദർ വസ്ത്രം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പാൻറ്റും ജീൻസും ഒക്കെ ഇട്ട് നടന്നാലും നിയമസഭയിലെത്താതെ കോൺഗ്രസ് ലുക്ക് വേണമെന്നില്ല പഴയ കാലത്തെ പോലെ. പണ്ട് കോൺഗ്രസ് എന്ന് വെച്ചാൽ ഖദർ ഷർട്ടും മുണ്ട് ഇട്ടോളണം. ഇപ്പോൾ അതൊന്നും വേണ്ട. ഭരണഘടനാ പ്രകാരമാണ് കേട്ടോ, കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം ഖദർ നിർബന്ധമാണ്, ഉടുക്കണമെന്ന് നിർബന്ധമാണ്, അത് മുണ്ടായാലും പാൻറ്റായാലും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലത്ത് വന്ന കുറച്ച് പേര് ഇപ്പോഴുണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വന്ന ഒരു സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ആരോടും ചോദിക്കേണ്ട, MLA മാരോട് ചോദിച്ചാൽ മതി. പിന്നെ മുതിർന്ന നേതാക്കളുണ്ട്. ഈ മുതിർന്ന നേതാക്കളോട് ചോദിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ അവർക്കൊക്കെ ചിലപ്പോൾ താല്പര്യങ്ങളുണ്ടെന്നിരിക്കും. അത് ശ്രീ AK ആൻ്റണി എന്നുള്ള കൃത്യമായിട്ടങ്ങ് തുറന്നു പറഞ്ഞു, ഞാനിതിൽ ഇടപെടില്ല എന്ന്. അതുപോലെ ഇടപെടില്ല എന്ന് എത്ര പേര് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ചിലർക്കൊക്കെ താല്പര്യങ്ങളുണ്ട്. കാരണം ഇന്നയാൾ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്നൊക്കെ പറയുകയും പറയാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ വരും. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അവർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താ അറിയാമോ, ഇതിൻ്റെ ശോഭ അങ്ങ് കെട്ടുപോകും. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്താ വെച്ചാൽ LDF ആകെ തകർന്ന് തരിപ്പണമാകി പതറി നിൽക്കുകയാണ്. UDF അധികാരത്തിൽ വരുമെന്നറിഞ്ഞിട്ടും UDF വരില്ലെന്ന് തർക്കിച്ച് നിന്ന മാധ്യമങ്ങളുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ ഇവരെല്ലാം ഒറ്റയടിക്കുക. മാത്രമല്ല 75 സീറ്റ് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞ എഴുത്തുകാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ടൊരു വലിയ എന്താ പറയുക ഒരു സുനാമിയോ അതിനപ്പുറത്തേക്കൊക്കെ വന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റാതെ നീണ്ടു പോകുന്നു, പ്രസ്താവന വരുന്നു, അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ശോഭ കെട്ടിട്ടൊരു സുപ്രഭാതത്തിൽ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്താൽ അതിൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ KC വേണുഗോപാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന്. അതേ ഒരു 3 മാസം മുമ്പ് മാതൃഭൂമി പത്രത്തിലൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം തിരുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അത് വേറെ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ രാഷ്ട്രീയമല്ല മാറ്റമൊക്കെ വരാം. പക്ഷേ കേരളത്തിലെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നേതൃതലത്തിലുള്ള MLA-മാർ അവർക്കിടയിൽ തർക്കം ഉണ്ടായാൽ തന്നെ അവർക്കത് സ്വയം പരിഹരിക്കാൻ പറ്റും. കാരണം ഈ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ ഇന്ന വകുപ്പ് എന്ന് പറയുമ്പോൾ അത് ഇന്ന സമുദായം പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം ആ സമുദായത്തിലെ ഇതിൽ ഒരു റോളും ഇല്ല. UDF-നെ ജയിപ്പിച്ചതിൽ സമുദായ സ്നേഹികളുണ്ട്, സമുദായ അംഗങ്ങളുണ്ട്, ന്യൂനപക്ഷ വിഭാഗക്കാരുണ്ട്, ഭൂരിപക്ഷ വിഭാഗക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ചില ചർച്ചകളിലൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരുപാട് അടുപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷ ഏകീകരണം UDF-ന് അനുകൂലമായതുകൊണ്ട് ജയിച്ചു. അങ്ങനല്ല, ന്യൂനപക്ഷമുണ്ട്, ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷത്തിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും BJP-ക്കാരും എല്ലാവരും ഈ UDF-ന് ഇത്തവണ അനുകൂലിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും വെറുപ്പിച്ചൊരു ഭരണകൂടം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്.